ഓരോ 11 വർഷത്തിലും സണ്ണിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഫ്ലിപ്പ് ചെയ്യും. അതായത് സൂര്യന്റെ സൗത്ത് പോളും നോർത്ത് പോളും സ്വിച്ച് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡിന്റെ വ്യത്യാസം കാരണം ഉണ്ടാകും. ഈ ഒരു പ്രോസസ്സിനെയാണ് സോളാർ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഒരു സോളാർ സൈക്കിൾ തുടങ്ങുന്നതാണ് സോളാർ മിനിമം. അതിനുശേഷം സോളാർ ആക്ടിവിറ്റി കൂടി വരുന്ന ഒരു മിഡിൽ പോർഷൻ ഉണ്ട്. അതാണ് സോളാർ മാക്സിമം. ഇതിപ്പോ 25ാമത്തെ സോളാർ സൈക്കിളിലാണ് നമ്മളുള്ളത്. 2019 ഡിസംബറിലാണ് 25ാമത്തെ ഈ സോളാർ സൈക്കിൾ ആരംഭിച്ചത്. ഇനി 2030 വരെ ഇത് കണ്ടിന്യൂ ചെയ്തിരിക്കും. 25ാമത്തെ സൈക്കിൾ തുടങ്ങിയിട്ട് 3 വർഷം ആകുന്നതേ ഉള്ളൂ. ആൻഡ് ഈ ഒരു സോളാർ മിനിമത്തിൽ ഇതുപോലെയുള്ള കൊറോണൽ ഹോൾസ് ഉണ്ടാവാറുണ്ട്. ഈ വർഷം തുടക്കത്തിൽ, അതായത് മാർച്ചില്, ഭൂമിയുടെ വലിപ്പത്തിന് 20 മടങ്ങ് വലിപ്പമുള്ള കൊറോണൽ ഹോൾ രൂപപ്പെട്ടിരുന്നു. ഈ മാസം അത് 60 മടങ്ങായി. സോളാർ വിൻഡിന്റെ രൂപത്തിൽ സൂര്യന്റെ പ്രതലത്തിലുള്ള വസ്തുക്കൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ വ്യത്യാസം കാരണം മാറുന്നത് കൊണ്ടാണ് ഈ ഹോൾ രൂപപ്പെടുന്നത്. സ്പേസിൽ ഒരു ഓട്ട വീഴുന്നതല്ല സംഭവം. ചുറ്റുമുള്ള പ്ലാസ്മയെക്കാളും ടെമ്പറേച്ചർ കുറവായതുകൊണ്ട് ഈ ഒരു പോർഷൻ ഡാർക്കായിട്ട്